ഗുഡ് മോർണിംഗ്, ഇറ്റ്സ് മീ സൈമൺ. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം സാമൂഹികമായി വളരെ ബലപ്പെട്ട് നിൽക്കുന്നൊരു വിഷയമാണ്. അതായത് നമ്മുടെ കുട്ടികൾ +2 കഴിയുമ്പോൾ വിദേശത്തേക്ക് ഹയർ സ്റ്റഡീസിന് പോകുന്നു. അവരുടെ പേരൻസിനെ അധികം ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ ജോലി ചെയ്തുകൊണ്ട് കുടുംബത്തെയും പുലർത്താം, പഠിക്കുകയും ചെയ്യാമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് പോകുന്നത്. എന്നാൽ അത് വളരെ കാര്യക്ഷമമായി നടക്കുന്നു, വളരെ വിജയകരമായി നടക്കുന്നു. ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യയെ ഉറ്റുനോക്കുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ അംബാസഡർ പറഞ്ഞത് കഴിഞ്ഞ വർഷം 3,23,000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അമേരിക്കയിൽ പഠിക്കാൻ ചെന്നതെന്നാണ്. അപ്പോൾ അവർ അത് വളരെ സന്തോഷകരമായിട്ടാണ് പറയുന്നത്. അപ്പം മറ്റു രാജ്യങ്ങളിലും ഉണ്ട്. അപ്പം ഇവിടുത്തെ ഒരു പലരും പേരോട് ശ്രദ്ധയിൽപ്പെടുത്തിയൊരു വിഷയം, അതായത് ഇങ്ങനൊരു ഉദ്ദേശലക്ഷ്യം ഇല്ലാതെ സാധാരണ ഡിഗ്രി കോഴ്സൊക്കെ ചേർന്നു കഴിഞ്ഞു, പഠിത്തം കഴിഞ്ഞു, അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് സീക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും അവർ പഠിക്കണം എന്നൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിവിടെ ഒരു ഡിഗ്രി എടുത്തു, BSc BSc മാത്തമാറ്റിക്സ് എന്തെങ്കിലും ഒരു ഡിഗ്രി എടുത്തു, അതൊരിക്കലും അത് നഷ്ടമല്ല. നമ്മൾ ഡിഗ്രി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ആത്മാംശമായി തീരുകയാണ്. നമ്മുടെ ബോഡിയിലും നമ്മുടെ ബോഡി ലാംഗ്വേജിലും സബ് കോൺഷ്യസ് മൈൻഡിലും എല്ലാം ഇതങ്ങ് എമേർജ് ചെയ്തിരിക്കുകയാണ് നോളജ്. അതുകൊണ്ട് അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. പിന്നെ നിങ്ങൾക്ക് തുടർന്ന് പ്ലാൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ പോലെ ഇങ്ങനെ +2 മാത്സ് സയൻസ് എടുത്തവർക്ക് അങ്ങനെ ഒരു കർശനമായ പ്രയാസമൊന്നും വിദേശത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് പുതുതായിട്ട് എടുത്ത് പഠിച്ചു പോകാം. അത് വേണ്ടത് അവർ പറയുന്നത് നൈപുണ്യ വികസനമാണ് വേണ്ടത്. നമ്മളൊരു ഇപ്പോൾ BTech പാസ്സായതുകൊണ്ട് അവിടെ ഒരു കാര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ് ചെയ്യണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഫാക്ടറി ജോലിക്ക് കയറിയാണ്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പ്രാവീണ്യമുള്ളവനായിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ നേഴ്സുമാരെയൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ നേഴ്സ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെടുത്തി തുടങ്ങി. ക്രിട്ടിക്കൽ കെയർ, അതുപോലെ തന്നെ ഇപ്പം ICU സ്പെഷ്യലിസ്റ്റുകൾ, ഡയാലിസിസ്, അങ്ങനെ ഓരോന്നും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് അവർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേരൊക്കെ ഇപ്പോൾ അതും ചെയ്യുന്നുണ്ട്. നേഴ്സിംഗ് അതിന് വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു പാർട്ട് ടൈമായിട്ട് ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെ സ്പെഷ്യലൈസേഷൻ കൂടെ ശ്രമിക്കുന്നുണ്ട്. അപ്പം ശമ്പളവും കൂടുതൽ കിട്ടും. ഒരു ഡെസിഗ്നേഷൻ നേഴ്സിംഗ് ഓഫീസർ എന്ന് പറയുമ്പം കിട്ടുന്നത് $40 ആണെങ്കിൽ ഒരു ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിസിഷ്യൻ അസിസ്റ്റൻ്റൊക്കെ പറയുമ്പം വ്യത്യാസം വരും, സ്കെയിൽ വ്യത്യാസം വരും. അപ്പോൾ അതും അത് ശ്രദ്ധിക്കുന്നത്. നൈപുണ്യ വികസനം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു, BA പാസ്സായി നിൽക്കുന്നു, അല്ലെങ്കിൽ BCom പാസ്സായി നിൽക്കുന്നു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു കുട്ടി BCom പാസ്സായ കുട്ടിയാണ്, വളരെ സ്മാർട്ട് ഇൻ്റലിജൻറ്റ് ഗേൾ. അവളിപ്പം UK നേഴ്സിംഗ് പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അതിനൊന്നും തടസ്സമൊന്നുമില്ല. അപ്പം അത്തരത്തിൽ നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ ഓർത്തോണം, ഇന്ത്യ രാജ്യം അതിൻ്റെ വികസനത്തിൻ്റെ പാതയിലാണ്. നമ്മൾ ഒരു ജോലി അന്വേഷിക്കുമ്പോൾ നമ്മൾ മറ്റൊരു തൊഴിൽദാതാവിൻ്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. അവൻ്റെ ആജ്ഞാനുവർത്തിയായി അവൻ്റെ ആവശ്യമുള്ളത് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. തൊഴിലെങ്കിൽ തൊഴിൽ, നൈപുണ്യമെങ്കിൽ നൈപുണ്യം, അറിവാണെങ്കിൽ അവൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇൻ ദ മീൻ ടൈം നമുക്കൊരു എൻ്റർപ്രണർ ആകാൻ കഴിഞ്ഞാലോ ആ വശങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വലിയൊരു സ്കോപ്പാണ് ഇവിടെ കിടക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വായിക്കാനിടയായ ചെറിയൊരു കാര്യം പറയാം. ഒരു ബംഗാളി പയ്യൻ, ബംഗാളിയാണോ ആസാമി പയ്യൻ, കൂട്ടുകാരനെ തിരക്കി എറണാകുളത്ത് വന്നതാണ്. 15 വയസ്സേ ഉള്ളൂ. അവനിവിടെ വന്നപ്പം അവനിവിടെയൊക്കെ ഇഷ്ടപ്പെട്ടു, ഇവിടെ തിരിച്ചു പോകാൻ തോന്നിയില്ല. അപ്പോൾ അവൻ്റെ ജോലി അന്വേഷിക്കാൻ തോന്നി. അവൻ നിൽക്കണമല്ലോ, പലരും ജോലി കൊടുക്കും. കാരണം 15 വയസ്സുകാരൻ ഇവിടെ പണിയെടുത്താൽ കേരളത്തിലെ നിയമങ്ങളൊക്കെ കർശനമാണ്. പിടിച്ചകത്തിലും ജോലി കൊടുത്തയാളെയും പിടിച്ചകത്തിലും, അതാണ് സ്ഥിതി. അതുകൊണ്ട് അവൻ ആരും ജോലി കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുക അവനത് ഒരു ഒരു കൃഷിക്കാരൻ്റെ അടുത്ത് സമീപിച്ചു. അപ്പോൾ അതിൽ വളരെ ചെറിയ തുക കൊടുത്തുള്ളൂ, $150 പെർ ഡേ വർക്ക് ചെയ്തോളാം പറഞ്ഞു. അവനവിടെ 1 വർഷത്തോളം വർക്ക് ചെയ്തു. അപ്പോൾ അവന് ചിലവെല്ലാം വീട്ടിൽ നടക്കുമല്ലോ. ആ കിട്ടിയ പണം സ്വരൂപിച്ച് അവൻ ചെറുതായിട്ട് 2-3 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് അവൻ കൃഷി അന്നേരത്തേക്ക് പഠിച്ചു. നമ്മുടെ നാടിന് യോജിച്ച രീതി കൃഷി പഠിച്ചു. 3 ഏക്കർ എടുത്തു, പിന്നെ 5 ആയി. ഇപ്പം അവന് 50 ഏക്കറുണ്ട്. 5 വർഷം 5.5 വർഷമായി
അവൻ്റെ കീഴിൽ മലയാളികളടക്കം 10-40 പേര് ജോലി ചെയ്യുന്നു. അവൻ സക്സസ്ഫുൾ മാൻ. അവൻ എത്ര വയസ്സുണ്ട്? ഹാർഡ്ലി 21 or 22. അപ്പം ഞാൻ എൻ്റെ ഒരു മോർണിംഗ് സെക്ഷനിൽ ഞങ്ങളോട് ചോദിച്ചു, അയാളൊരു AC മെക്കാനിക്കാണ്, എനിക്ക് തൊഴിൽ കുറവാണ്, വളരെ ഞാൻ പറഞ്ഞു നിങ്ങളെന്തിനാണ്, നിങ്ങൾക്ക് ഇത്ര വയസ്സിലേ ആയുള്ളൂ, നിങ്ങൾക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ അന്തമാ വിളിച്ച് ഇതൊക്കെ ശരിയാണല്ലോ. അതായത് നമ്മൾ നൈപുണ്യശേഷി വിനിയോഗിക്കുന്നില്ല. നമ്മളിങ്ങനെ ആരുടെയും കീഴിൽ ഒരു റിസ്ക്കും ഇല്ലാതെ 8 തൊട്ട് 5 വരെ അല്ലെങ്കിൽ 8 തൊട്ട് 8 വരെ വർക്ക് ചെയ്യുക, കാശ് കിട്ടുക, അക്കൗണ്ടിൽ പൈസ വരിക, ഇത് മാത്രം നമ്മുടെ ലക്ഷ്യമുള്ളൂ. മറിച്ച് എനിക്കും എൻ്റെ എൻ്റർപ്രനറാകാം, എനിക്കും ഇത് സമ്പാദിക്കാം, എനിക്കും 4 കുടുംബങ്ങളെ പോറ്റാൻ കഴിയും. അവർ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ കുടുംബം നമ്മൾ തന്നെയല്ലേ അവരെ പോറ്റുന്നത്, ഒരു ബോസ്സാകാം എന്നുള്ള ചിന്തയില്ല. അപ്പോൾ ഇന്ത്യയിൽ അത് വളരെ കൂടുതലുണ്ട്. അന്ന് 2-3 ബിസിനസ് വളരെ കൃത്യമായിട്ട് പറയാൻ തരും. ഇന്ത്യയിലെ ഏറ്റവും ഡെവലപ്പ് ചെയ്യാവുന്നൊരു ഫുഡ് ബിസിനസ്സാണ് ഫുഡ്. രണ്ടാമത് ക്ലോത്ത്. എന്നാൽ നമുക്ക് ഡിമാൻഡാണല്ലോ, എവിടെയും തിരക്കുമ്പോൾ 135 കോടി ജനങ്ങൾക്ക് വസ്ത്രം വേണമല്ലോ. അതും ഏറ്റവും നൂതനമായ നമ്മൾ ഏറ്റവും നന്നായിട്ട് കൊടുത്ത, ഇപ്പം പഴയ കാലമൊക്കെ പോയി, ഭയങ്കര പേരുകേട്ട ചില ഇത് കടകളുണ്ടല്ലോ, എനിക്ക് പേര് പറയുന്നത് ശരിയാ, അതൊരു പേര് പറയാത്ത, അവിടെയൊക്കെ പോയി മേടിക്കുന്ന ഒരു കാലമുണ്ട്. ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പം പിള്ളേർക്കറിയാം ഒരു ബൊട്ടിക്ക് ഇന്നടത്തുണ്ട്, അവിടെ പോയി ഇന്നത് കിട്ടും, ഇന്നടത്തിന് അവരങ്ങനെ പോവുകയാണ്. അല്ലെ മാളിലൊക്കെ പോയി ഇന്ന ഡിസൈൻ വാങ്ങി കാലം മാറി. അപ്പം നമ്മൾ ഇച്ചിരി ഒരു നൈപുണ്യ വികസനം ഉണ്ടെങ്കിൽ, ആ വിഷയത്തിൽ നൈപുണ്യം നേടിയാൽ, അല്ലെ ആ വിഷയത്തിൽ നൈപുണ്യം നേടിയ കുറേ ആളുകളെ സെലക്ട് ചെയ്ത് നമ്മൾ തുടങ്ങിയാൽ അത് വിജയിക്കും. അപ്പോൾ ഒരു എൻ്റർപ്രനർ ആകാനും ശ്രമിക്കണം. അതിന് ധാരാളം പൈസയാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. ഈടില്ലാതെ 20 കോടി രൂപ വരെ കിട്ടും. സ്ത്രീകൾക്കാണെങ്കിൽ സബ്സിഡി ഉണ്ട്. പുതിയതായിട്ട് സ്ഥാപനം തുടങ്ങുന്ന എന്തെല്ലാം ഇത് ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങളിങ്ങനെ തൊഴിൽ തേടി പുറത്ത് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻഡസ്ട്രീസ് ഓഫീസർ, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി, ഞാൻ അവിടെ ഒരു ട്രെയിനറായിരുന്നു കുറേ കാലം. അപ്പോൾ അവിടെ ചെന്ന് അവരോട് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, അവരൊന്ന് പറഞ്ഞു തരും. അവിടെ ഒരു കോഴ്സുണ്ട്, 15 ദിവസം 20 ദിവസമൊക്കെ കോഴ്സുകളുണ്ട്. ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് നൈപുണ്യ വികസനത്തെ പറ്റി മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ ബാങ്കിനെ സമീപിക്കണം, എങ്ങനെ പണം ചിലവാക്കണം, എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നെല്ലാം പഠിപ്പിക്കും. അങ്ങനെ പഠിച്ചിരുന്നാൽ ഒന്നും ചെയ്തില്ല, ഒരു കുടുംബനാഥനായപ്പോൾ കുടുംബം ഭരിക്കാനെങ്കിലും നിങ്ങൾ പഠിക്കും തീർച്ചയായും. അപ്പോൾ അതൊക്കെ ചെയ്യണം. കണ്ണും കാതും തുറന്നു വെച്ച് നമുക്ക് മുമ്പോട്ട് പോകണം. ഒരു ചുമ്മാ എന്തെങ്കിലും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്തിലെങ്കിലും സ്പെഷ്യലൈസ്, ഒരു തയ്യക്കാരനാണെങ്കിൽ ബട്ടൺ നന്നായിട്ട് തയ്ക്കാനെങ്കിലും പഠിക്കണം, സ്പെഷ്യലൈസ് ചെയ്യണം. അപ്പം ഈ വലിയൊരു കമ്പനിയിലൊക്കെ ചിലപ്പോൾ ഒരു ബട്ടൺ തയ്ക്കുന്ന പണിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മെഷീൻ കഴിഞ്ഞിട്ട് വരുന്ന ചില കാര്യങ്ങൾ അതൊന്ന് മടക്കുക, അങ്ങനെയൊക്കെയുള്ള ഏത് കാര്യത്തിൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പഠിക്കുവാണെങ്കിൽ നമുക്ക് നന്നായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ BA പാസ്സായി പോയി, BCom പാസ്സായി പോയി, BSc മാത്തമാറ്റിക്സ് ആണ്, എനിക്കിനി ഓപ്പർച്യൂണിറ്റി ഇല്ല, ഒന്നും വിചാരിക്കരുത്. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഈ നൈപുണ്യ വികസനത്തെ പറ്റിയൊക്കെ കൂടുതൽ കോഴ്സസ് ഇന്ത്യയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരള ഗവൺമെൻറ്റൊക്കെ മുൻകൈ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാക്കുക, സൈറ്റിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു ഗ്ലോബലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കേണ്ട കാലമാണ്. കേരളത്തിൽ ആ കോഴ്സ് ഇല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ ഉണ്ടെന്ന് നോക്കുക. ഇന്ത്യയിലില്ലെങ്കിൽ അമേരിക്കയിലോ ഫ്രാൻസിലോ ഇറ്റലിയിലോ ജർമ്മനിയിലോ ഉണ്ടോയെന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിനെന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പണം ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ ആ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ATMൻ്റെ മുമ്പിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസ വായ്പ 150 കോടി രൂപ വരെ കിട്ടും. മനസ്സിലായില്ലേ? കാരണം അവർക്കറിയാം വിദേശത്ത് പോകുന്ന പിള്ളേരെല്ലാം കൃത്യമായി തിരിച്ചടയ്ക്കും. എൻ്റെ മോന് ലോൺ എടുത്താൽ പോയത് 18 ലക്ഷം രൂപ ലോൺ എടുത്താൽ അമേരിക്കയ്ക്ക് പോയത്. 6 മാസം 7 മാസം കഴിഞ്ഞപ്പോൾ ഒറ്റയടിക്ക് ഇപ്പം മുഴുവൻ ക്ലോസ് ചെയ്തു. അപ്പോൾ മാനേജരോട് വഴക്കിട്ട്, ഇങ്ങനെയാണ് ഞങ്ങൾ തന്നത്, ഞങ്ങൾക്ക് തവണ അടച്ചാലേ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പം വിദേശ രാജ്യങ്ങൾ ഇത്രയും പലിശയൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടുന്ന് വായ്പ ലോൺ കിട്ടിയാൽ ഇവിടുത്തെ ഇതൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുക. നിങ്ങളിപ്പോൾ പോകുന്നതുകൊണ്ട് നിങ്ങളുടെ അമ്മയപ്പനും ഇവിടെ ഒന്നുമില്ല, അവരൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ 12 മണിക്കൂറുകൊണ്ടോ 6 മണിക്കൂറുകൊണ്ടോ 3 മണിക്കൂറുകൊണ്ടോ പാഞ്ഞിവിടെ വരാൻ പറ്റും. ഇവർക്ക് അങ്ങോട്ടും വരാൻ പറ്റും, അതൊന്നും വിഷയമല്ല. എന്തായാലും ഏറ്റവും നല്ലത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു എൻ്റർപ്രനർ ആവുക. അതായത് ഒരു വ്യാപാരമോ വ്യവസായമോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടരുത്. വ്യാപാരം അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഓരോ വീഡിയോകൾ നമ്മുടെ ഇതിലുണ്ട് കേട്ടോ. ATMയിലുണ്ട്, നമ്മുടെ ഇസ്മി സൈമൺ യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു എൻ്റർപ്രനർ ആകുമ്പം എന്തൊക്കെയാണ്
ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ ഒരു ഷോപ്പായിട്ടിരിക്കരുത്. ഒരു ഷോപ്പിൽ നിങ്ങൾ കച്ചവടത്തിൽ എത്ര വിൽക്കും നിങ്ങൾ, മറിച്ച് ഇപ്പം ഈ മൈജി അല്ല മൈ അങ്ങനെ ചില കമ്പനികളൊക്കെ ഉണ്ടല്ലോ, വെറും ഒരു പിന്നെ മൊബൈൽ റിപ്പയർ ആയിട്ട് തുടങ്ങിയവരൊക്കെയാണ്. ഒരു 10-40 അതിൽ മുഴുവൻ കമ്പ്യൂട്ടറിലാണ് കിടക്കുന്നത്, സോഫ്റ്റ്വെയറിലാണ്. ഇപ്പോൾ കോട്ടയത്തൊരു കടയിൽ ഒരു സാധനം വന്ന് ഒരാൾ പറഞ്ഞു ഇപ്പം എൻ്റെ 35,000 രൂപ ഫോൺ, അപ്പോൾ അവൻ പറയാൻ നടക്കില്ല, റെഡി ക്യാഷാണ്, എനിക്ക് ഒരു 2,000 രൂപ ഡിസ്കൗണ്ട് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ആ കമ്പനി മാനേജർ അതിൻ്റെ ഹെഡ് ഓഫ് ഇരിക്കുന്ന എവിടെയാണ്, ഏതോ ഒരു മുറിയിൽ ഇരിപ്പുണ്ട് അന്ന്. അപ്പോൾ അദ്ദേഹം പറയും ശരി റെഡി ക്യാഷാണോ, അതെ 33 കൊടുത്തേക്കാൻ പറയും. എനിക്ക് അങ്ങനെ ഒരിക്കൽ കിട്ടി. വേറെ ആൾ ചോദിക്കുന്നത് ഞാനും ചോദിച്ചു, എനിക്ക് 1000 രൂപ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ 1000 കുറച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ഈ ഒരേ സമയത്ത് ഒരാൾ 40 നിൽക്കുക, 40 കടകളിലാണ് വ്യാപാരം നടക്കുക. അപ്പോൾ അതുപോലെ എക്സാമ്പിൾ പറഞ്ഞാണ് നിങ്ങൾക്കും ആരംഭിക്കാം. അപ്പോൾ ബുദ്ധിയോടുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം, ഒരു എൻ്റർപ്രനർ ആകാൻ ശ്രമിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ സ്പെഷ്യലൈസ് നമ്മൾ സംസാരിക്കുന്നു. ഇപ്പം കിട്ടിയൊരു നിർദ്ദേശം, ഈ BA പാസ്സായി അല്ലെ BSc മാത്തമാറ്റിക്സ് പാസ്സായി എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദിച്ചത്. ഒട്ടും വിഷമിക്കേണ്ട, അറിവ് എന്തറിവാണെങ്കിലും അത് നമുക്ക് ഗുണമേ ചെയ്യുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു വജ്രവ്യാപാരിയുടെ കാര്യം കേട്ടായിരുന്നു. 2500 പെൺകുട്ടികളെ വിവാഹം ചെയ്തയച്ചു. എങ്ങനെ എഴുതിച്ചു? 10 ലക്ഷം രൂപ സ്ത്രീധന ഗിഫ്റ്റ്, വീട്ടിലെ മുഴുവൻ ഉപകരണങ്ങൾ, പിന്നെ മുഴുവൻ ചിലവൊക്കെ വഹിച്ചുകൊണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകത എന്താ പറയുക, ആ വജ്രവ്യാപാരിയാണ് മകനെ തിരുവനന്തപുരത്തോട്ട് വിട്ടത്. എക്സാക്റ്റ് തിരുവനന്തപുരത്ത് വേറെ സ്ഥലം, പേര് പറയുന്നത്. 5000 രൂപയും കൊടുത്ത് വിട്ടു. ഒരു മാസം പോയി. അപ്പോൾ ആ ഒരു മാസം അവൻ പ്ലേറ്റ് കഴുകി ഹോട്ടലിൽ ജോലി ചെയ്തു. അവസാനം അപ്പൻ ബെൻസുകാരെ വന്നിറങ്ങുമ്പോഴാണ് ഹോട്ടലിൻ്റെ ഉടമ മനസ്സിലാക്കുന്നത് ഈ ഹോട്ടലിൽ പ്രദേശം മുഴുവൻ വാങ്ങിക്കാനുള്ള കോടീശ്വരനാണ് ഇവൻ്റെ അപ്പനെന്ന്. അപ്പോൾ ആ മകൻ ഒരു മാസം കൊണ്ട് പഠിച്ച കാര്യമൊക്കെ റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്, പുസ്തകത്തിൽ വായിക്കാൻ കിട്ടും. അതായത് അവന് ആദ്യം ഒരു കടയിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ പൈസ 5000 തീരാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ എന്നും തിന്നാൻ പറ്റില്ലല്ലോ. ഒരു ലോഡ്ജ് മുറിയൊക്കെ എടുത്താൽ മുറിയൊക്കെ വിട്ടു, ഹോട്ടലിൻ്റെ വരാതെയൊക്കെ താമസമായി. അങ്ങനെ അവനെ പഠിച്ചു. ജീവിതത്തിൽ ഒരു ജീവിതകാലം കൊണ്ട് പഠിക്കേണ്ട കാര്യമാണ്, ഒരു മാസം കൊണ്ട് പഠിച്ചു. പക്ഷെ ഒരു മാസം കൊണ്ട് അവൻ്റെ അപ്പം വരുമ്പോൾ അവർ സൂപ്പർവൈസറി പോസ്റ്റിലാണ്, മെച്ചപ്പെട്ട ശമ്പളമൊക്കെ കിട്ടിത്തുടങ്ങി. മനസ്സിലായോ? അതാണ് നമ്മുടെ ആ ഒരു ഡെഡിക്കേഷൻ. അപ്പം നമുക്ക് പരിശ്രമിക്കാം. ഓരോ മലയാളിയും ലോകത്ത് എവിടെ പോയാലും ചെല്ലുന്നത് ചെറിയ ജോലിയും, മാക്ഡൊണാൾഡിൽ സെയിൽസ്മാനായിട്ട് ഇങ്ങനെ ചിലർ പുച്ഛിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു വൈഫിൻ്റെ ചേട്ടത്തിയുടെ മോള് UK പഠിക്കാൻ പോയ, MS എടുക്കാൻ പോയ, വീട്ടിൽ കഴിഞ്ഞ് പോയ MS എടുക്കാൻ പോയ, അവളോടത്ത് മാക്ഡൊണാൾഡിൽ തന്നെയായിരുന്നു, അതിൻ്റെ സെയിൽസ് സ്കില്ലായിരുന്നു. അവർക്കൊന്നും ഒരു അഭിമാനക്ഷമവുമില്ല. അങ്കിളെ എനിക്ക് ഇത്ര യൂറോ കിട്ടുന്നുണ്ട്, വീട്ടിൽ കുറച്ച് പൈസ അയക്കാറുണ്ട്, അത് മതി. അവൾ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ അവൾക്ക് അവിടെ ഗവൺമെൻറ്റിൽ TTR ആയിട്ട് ജോലി കിട്ടി, റെയിൽവേ സിസ്റ്റത്തിൽ ടിക്കറ്റ് എക്സാമിനായിട്ട് ജോലിയും കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഓപ്പർച്യൂണിറ്റീസ് ഈ കേരളത്തിൻ്റെ മൂലയിലോ മുക്കിലോ അല്ല, ഇന്ത്യയിലെ മൂലയിലോ മുക്കിലോ അല്ല, ലോകം മുഴുവൻ പരന്ന് കിടക്കുകയാണ്. നമ്മുടെ കുട്ടികളെല്ലാം LKG തൊട്ട് കമ്പ്യൂട്ടർ പഠിച്ചു വന്ന കുട്ടികളാണ്. അവർക്ക് സെർച്ച് ചെയ്യാം, ലോകം മുഴുവൻ സെർച്ച് ചെയ്യാം ഓപ്പർച്യൂണിറ്റി, എന്നിട്ട് അത് പ്രയോജനപ്പെടുത്താം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. നമ്മുടെ ചാനൽ പോസിറ്റീവ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലെ അന്വേഷണ ബുദ്ധികളെ ആൾക്ക് പരിചയപ്പെടുത്താനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട്, അതിനെ നന്ദി പറയുന്നു. ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ.